അപ്പോൾ നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. എക്സ്പ്രസ് ദ നമ്പർ cot h inverse 5/4 in terms of natural logarithms. അപ്പോൾ ഹിയർ നമുക്ക് നാച്ചുറൽ ലോഗരിതംസിന്റെ ടേംസിൽ cot h ഇൻവേഴ്സിന്റെ എക്സ്പാൻഷൻ ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് അല്ലേ. അപ്പോൾ അത് അവിടെ കണ്ടിട്ടുണ്ട്. cot h ഇൻവേഴ്സ് x ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ln x പ്ലസ് 1 ബൈ എക്സ് മൈനസ് 1. അപ്പോൾ ഇവിടെ എക്സിന്റെ പ്ലേസിൽ 5/4 ആണ്. അപ്പോൾ ഹാഫ് ln 5/4 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 5/4 മൈനസ് 1 ദാറ്റ്സ് ഈക്വൽ ടു ln 3 എന്നാണ് വാല്യൂ വരിക. കാൽക്കുലേഷൻ നോക്കുക, അത് സിമ്പിൾ കാൽക്കുലേഷൻ ആണ്. അടുത്തത് ഡെറിവേറ്റീവ്സ് ഓഫ് ഇൻവേഴ്സ് ഹൈപ്പർബോളിക് ഫംഗ്ഷൻസ്. ഫസ്റ്റ് വൺസ് ഡെറിവേറ്റീവ് ഓഫ് സൈൻ എച്ച് ഇൻവേഴ്സ് എക്സ്. അപ്പം അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നേരത്തെ നമ്മൾ വെരിഫിക്കേഷൻ ഫോർമുലയുടെ വെരിഫിക്കേഷൻ ചെയ്ത പോലെ തന്നെ പുട്ട് y is equal to sin h inverse x. So that x is equal to sin h inverse ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ x is equal to sin h y. രണ്ട് സൈഡും ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എൽ എച്ച് എസിൽ 1 വരും, ആർ എച്ച് എസിൽ കോസ് എച്ച് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് വരും. ഓക്കെ, ചെയിൻ റൂൾ അപ്ലൈ ചെയ്തു. ഫ്രം ദാറ്റ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 1 ബൈ കോസ് എച്ച് വൈ ദാറ്റ്സ് ഈക്വൽ ടു 1 ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ എച്ച് സ്ക്വയർ. ഐഡന്റിറ്റി യൂസ് ചെയ്തിട്ടാണ് ഇത് എഴുതിയത്. ദാറ്റ്സ് ഈക്വൽ ടു 1 ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ. That is d by dx of sin h inverse x equal to 1 by root of 1 plus x square എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുക. അതിൻ്റെ ഒരു ലേറ്റർ മെത്തേഡ് അവിടെ ഉണ്ട്, അത് ആവശ്യമുള്ളവർ നോക്കിയാൽ മതി. ഈ മെത്തേഡാണ് കുറച്ചുകൂടി എളുപ്പമായിട്ട് എനിക്ക് തോന്നിയത്, അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അടുത്തത് ഡെറിവേറ്റീവ് ഓഫ് കോസ് എച്ച് ഇൻവേഴ്സ് എക്സ് ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ ഇതും സെയിം തന്നെ അതുപോലെ തന്നെ ചെയ്യാം. y ഈക്വൽ ടു കോസ് എച്ച് ഇൻവേഴ്സ് എക്സ്, ഫ്രം ദാറ്റ് എക്സ് ഈക്വൽ ടു കോസ് എച്ച് വൈ. രണ്ട് സൈഡും ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1 is equal to sin h y into dy by dx. ഫ്രം ദാറ്റ് ഇപ്പോൾ ഇവിടെ x ഗ്രേറ്റർ ദാൻ 1 ആണ്, അതുകൊണ്ട് y ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അപ്പോൾ sin h y ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. sin h y എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ സൈഡും sin h y കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. ഫ്രം ദാറ്റ് ഇവിടെ നമുക്ക് dy by dx ഈക്വൽ ടു 1 ബൈ sin h y എഴുതാം. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഐഡന്റിറ്റിയിൽ നിന്ന് ഇതിനെ നമുക്ക് 1 ബൈ റൂട്ട് ഓഫ് കോസ് എച്ച് സ്ക്വയർഡ് വൈ മൈനസ് 1, അപ്പോൾ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 എഴുതാം. ഇതാണ് ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എച്ച് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു 1 ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും വെരിഫൈ ചെയ്യാം. തൽക്കാലം നിങ്ങൾ വെരിഫിക്കേഷൻ ഇതേ മെത്തേഡിൽ ഞങ്ങൾ ചെയ്താൽ മതി. ഫോർമുലാസ് എങ്കിലും പഠിച്ചു വെക്കുക കേട്ടോ. d by dx of tan h inverse x equal to 1 by 1 minus x square for mod x less than 1. d by dx of cot h inverse x equal to 1 by 1 minus x square for mod x greater than 1. രണ്ടിന്റെ സെയിം ആണ്, പക്ഷെ കണ്ടീഷനിൽ വ്യത്യാസമുണ്ട്. അടുത്തത് d by dx of sec h inverse x equal to minus 1 by x into root of 1 minus x square for 0 less than x less than 1. d by dx of cosec h inverse x equal to minus 1 by mod x into root of 1 minus x square when x not equal to 0. അപ്പോൾ ഇത് ചെറിയ വ്യത്യാസം മാത്രമേ ഇവർ തമ്മിലുള്ളൂ, അതുപോലെ പോയിന്റ്സിലുള്ള വ്യത്യാസം. ഈ ഫോർമുല ഫോർ ഡെറിവേറ്റീവ്സ് ഓഫ് ഇൻവേഴ്സ് ഹൈപ്പർബോളിക് ഫംഗ്ഷൻസ് ചെയിൻ റൂൾ യൂസ് ചെയ്യേണ്ടി വന്നാലാണ് നമ്മൾ പറയുന്നത് ഇഫ് യു ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്. If u is a function of x, then the following, then chain rule gives the following results. d by dx of sin h inverse u is equal to 1 by root of 1 plus u square into du by dx. d by dx of cos h inverse u is equal to 1 by root of u square minus 1 into du by dx where u greater than 1. d by dx of tan h inverse u is equal to 1 by 1 minus u square into du by dx where mod u less than 1. d by dx of cot h inverse u is equal to 1 by 1 minus u square into du by dx where mod u greater than 1. d by dx of sec h inverse u is equal to minus 1 by u into root of 1 minus u square into du by dx where 0 less than u less than 1. And d by dx of cosec h inverse u is equal to minus 1 by mod u into root of 1 plus u square into du by dx where u not equal to 0. അപ്പോൾ ഈ കണ്ടീഷൻസും കൂടി ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നോളൂ. ചിലപ്പോൾ ചില പോസിബിലിറ്റീസ് നോക്കാനായിട്ട് നമുക്ക് ആവശ്യം വരും. ഓക്കെ, അപ്പോൾ ഫോർമുല എന്തായാലും പഠിക്കണം, കണ്ടീഷൻസും അത്യാവശ്യം കുറച്ചെല്ലാം ഓർത്ത് വയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ്
ഒരു എക്സാമ്പിൾ നോക്കാം. ഫൈൻഡ് ദ ഡെറിവേറ്റീവ്സ് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻസ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ ഇവിടെ നമുക്ക് ചെയിൻ റൂൾ യൂസ് ചെയ്യുന്ന ഇതിലാണ് പ്രോബ്ലംസ് വന്നിരിക്കുന്നത്. ചെയിൻ റൂളിന്റെ ആപ്ലിക്കേഷൻസ് ആയിട്ടാണ് പ്രോബ്ലംസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് വൺ 2 sin h ഇൻവേഴ്സ് 2x. നമുക്ക് ഇതിന്റെ ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ പുട്ട് y is equal to 2 sin h inverse 2x. So that dy by dx equal to 2 times d by dx of sin h inverse 2x. That is 2 times d by du of sin h inverse u into du by dx where u is equal to 2x. അപ്പോൾ 2xന് u എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. du by dx എന്ന് പറഞ്ഞാൽ അപ്പോൾ 2 ആയിരിക്കും. അപ്പോൾ d by du ഓഫ് ചെയിൻ റൂൾ യൂസ് ചെയ്താൽ d by du ഓഫ് sin h inverse u into du by dx. അപ്പോൾ 2 into 1 by root of sin h inverse u പറഞ്ഞാൽ 1 by 1 plus x square ആണ് അല്ലേ. അപ്പോൾ 1 by root of 1 plus u square ഉണ്ട്. ആ u സ്ക്വയറിന്റെ പ്ലേസിൽ അഗെയിൻ 2x the whole square ആക്കി into du by dxന്റെ പ്ലേസിൽ 2. ഓക്കെ, അപ്പോൾ 4 by root of 1 plus 2x square. 2x the whole square. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ അടുത്തത് cos h ഇൻവേഴ്സ് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ പുട്ട് y is equal to cos h ഇൻവേഴ്സ് എക്സ് സ്ക്വയർ. സോ ദാറ്റ് dy by dx equal to d by dx of cos h ഇൻവേഴ്സ് എക്സ് സ്ക്വയർ. ദാറ്റ് ഈസ് ഇവിടെ നമ്മൾ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യാണ്. പുട്ട് u is equal to x സ്ക്വയർ. സോ ഇത് d by du of cos h ഇൻവേഴ്സ് u into du by dx. ദാറ്റ് ഈസ് 1 by root of u സ്ക്വയർ മൈനസ് 1 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് കറസ്പോണ്ടിങ്ങിൽ u മാറ്റി കൊടുക്കുമ്പോൾ ആ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തിട്ട് നേരെ ആൻസർ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ആ സ്റ്റെപ്പ് എഴുതിക്കോ, യുവിലുള്ള സ്റ്റെപ്പ് എഴുതിക്കോ, എന്നിട്ട് അടുത്ത സ്റ്റെപ്പിൽ മാറ്റി കൊടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ 1 by root of u സ്ക്വയർ മൈനസ് 1 x സ്ക്വയർ ദ ഹോൾ സ്ക്വയർ മൈനസ് 1 ഇൻറ്റു du by dx 2x ആണ് വരിക. 2x. അപ്പോൾ അത് 2x by root of x raised to 4 മൈനസ് 1. അടുത്തത് ലെറ്റ് y is equal to sin h inverse 1 by x. So that dy by dx equal to d by dx of sin h inverse 1 by x. അത് ഈ പറഞ്ഞ കണക്കിന് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയാൽ മതിയാവും കേട്ടോ, മനസ്സിലാവും. 1 by xന് u എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് ഇവിടെ പ്രോബ്ലം ചെയ്തിരിക്കുന്നത്. ഫോർമുലയിൽ കൊടുക്കുക പിന്നെ. ഓക്കെ, അടുത്തത് y is equal to sin h inverse tan x. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? tan xന് u എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക, ചെയിൻ റൂൾ അപ്ലൈ ചെയ്യാം. സോ നമുക്ക് 1 by root of 1 plus tan x square into 6 squared x. 6 squared x du by dx ആണ്. അപ്പോൾ ഇത് 6 squared x by ഇതിവിടെ ഐഡന്റിറ്റി യൂസ് ചെയ്ത 6 squared x by sec x. ഒരു sec x ക്യാൻസൽ ചെയ്തിട്ട് ബാക്കി sec x എന്ന് വാല്യൂ കിട്ടും. ഓക്കെ, അടുത്തത് വെരിഫൈ ദ ഫോർമുല ഇന്റഗ്രൽ dx by root of 1 plus x square is equal to ln x plus root of 1 plus x square plus c. അപ്പോൾ ഇതൊന്ന് വെരിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് ദിസ് വൺ ഇസ് ഈക്വൽ ടു ദിസ് വൺ എന്ന് പറയണമെങ്കിൽ നമുക്ക് ആദ്യം ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കാം. ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് അതിന് കറസ്പോണ്ടിങ് ഇൻ്റഗ്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കിട്ടണമല്ലോ. അപ്പോൾ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഇൻ്റഗ്രൽ ഓഫ് ദിസ് വൺ ഈക്വൽ ടു ദിസ് വൺ എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഇവിടെ എടുക്കുന്ന ഈ ഇൻ്റഗ്രാൻഡ് ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണ് എന്ന് പ്രൂവ് ചെയ്യാനാണ് പോകുന്നത്. ഇന്റഗ്രൽ ഓഫ് സംതിങ് ഇസ് ഈക്വൽ ടു ദിസ് ഫംഗ്ഷൻ എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആയിരിക്കണം ഇപ്പുറത്ത് കിടക്കുന്ന ഇന്റഗ്രാൻഡ് അല്ലേ, എന്നാലല്ലേ ശരിയാവുള്ളൂ. ആ ആന്റി ഡെറിവേറ്റീവ് ആയിരിക്കണം ഇപ്പുറത്ത് കിടക്കുന്ന ഈ ഫംഗ്ഷൻ. അപ്പോൾ ഈ ഫംഗ്ഷന്റെ ഇതിന്റെ ആന്റി ഡെറിവേറ്റീവ് ആണ് ഇത് എന്ന് പറയണമെങ്കിൽ ഇതിന്റെ ഡെറിവേറ്റീവ് ആയിരിക്കണം ഇവിടുത്തെ ഇന്റഗ്രാൻഡ്. ശരിയല്ലേ? അപ്പോൾ ഇവിടുത്തെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. ഇതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഡി ബൈ ഡി എക്സ് ഓഫ് ln ഓഫ് ദിസ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയിൻ റൂൾ അഗെയിൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഹൈപ്പർബോളിക്കൊന്നുമില്ല, നേരെ ചെയിൻ റൂൾ യൂസ് ചെയ്താൽ മതി. 1 by ln ആയതുകൊണ്ട് ലോഗിൻ്റെ ആയതുകൊണ്ട് 1 by x പ്ലസ് റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ്. ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 1 പ്ലസ് ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 2x by 2 ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയറിൽ 2 ക്യാൻസൽ ചെയ്ത് പോവും. ബാക്കി എക്സ് ഇൻറ്റു എക്സ് ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ. അപ്പോൾ ഇതാണ് വാല്യൂ വരിക. ഇനി ഇത് നമ്മൾ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ സെയിം തന്നെ കിട്ടും. ദെൻ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഇവിടെ എൽ സി എടുക്കേണ്ടി വരും കേട്ടോ. ഇവിടെ ഒന്ന് എൽ സി എടുക്കേണ്ടി വരും. ബാക്കി നമുക്ക് എന്താ കിട്ടുക? ഇല്ല, എൽ സി എടുക്കേണ്ടി വരില്ലല്ലോ. ഇതിങ്ങോട്ട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവും. ഇതിങ്ങോട്ട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ മതിയാവും.
ഒരു പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടെ എൽ സി എടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിനൊന്നും ചെയ്തിട്ടില്ല, ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ. ഈ സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ടില്ല. ഈ ഫസ്റ്റ് ടേം അങ്ങനെ തന്നെ ഇട്ടു. ഇവിടെ ജസ്റ്റ് എൽ സി എടുത്ത് എഴുതിയിരിക്കുന്നു, അത്രേ ചെയ്തുള്ളൂ. എൽ സി എടുത്ത് എഴുതുമ്പോൾ ഇവിടെ റൂട്ട് ഓഫ് 1 + x², ഇവിടെ ഒരു പ്ലസ് എക്സ്, പിന്നെ കോമൺ ആയിട്ട് റൂട്ട് ഓഫ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 + x². അപ്പോൾ ഇവിടെ ക്യാൻസൽ ചെയ്ത് നേരെ പോകും, പിന്നെ എളുപ്പമാണ് ചെയ്യാൻ. ബാക്കി 1/√of 1 + x² ആണ് ഉണ്ടാവുക. അപ്പോൾ ഇൻ്റഗ്രൽ ഇവിടുത്തെ ഇൻ്റഗ്രാൻഡ് തന്നെ കിട്ടിയില്ലേ. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് ദിസ് വൺ ഈസ്, ഇവിടുത്തെ ഇൻ്റഗ്രാൻഡ് ആയതുകൊണ്ട് ഇൻ്റഗ്രൽ ഓഫ് ദിസ് ഈക്വൽ ടു ദിസ് എന്ന് കിട്ടും. ഓക്കെ, സി എഴുതിയാലും കുഴപ്പമില്ല, അത് ഇൻ്റഗ്രേഷൻ്റെ കോൺസ്റ്റൻ്റ്. ആ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ അത് ഇവിടെ സി ഉണ്ട് എങ്കിൽ തന്നെ അത് 0 ആയി പോയിട്ടുണ്ടായി. ഇങ്ങനെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് കാൽക്കുലേറ്റ് d/dx ഓഫ് sin h ഇൻവേഴ്സ് 3x. അതാദ്യം നോക്കാം. അപ്പോൾ u = 3x കൊടുക്കുക, ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുക, ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ ആയി. കുറേ പ്രോബ്ലംസ് ചെയ്തതാണ്, ഇനി നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തത് d/dx ഓഫ് sin h ഇൻവേഴ്സ് 3 tan h 3x. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കുറച്ചും കൂടി ഒരു ഇതായിട്ട് പ്രോബ്ലം തന്നിട്ടുണ്ട്. എന്നിരുന്നാലും നമുക്ക് ചെയിൻ റൂൾ തന്നെയാണ് അപ്ലൈ ചെയ്യാനുള്ളത്. അപ്പോൾ 3 tan h 3x-ന് u സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആദ്യം du/dx അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ യുവിൻ്റെ പ്ലേസിൽ 1 + u² ആണ് വരിക. ആ u²ൻ്റെ പ്ലേസിൽ 9 tan h² 3x വരും. ഇൻറ്റു ഒരു 3 കോൺസ്റ്റൻ്റ് ആണ്, ഇൻറ്റു du/dx അല്ലേ വേണ്ടത്. അപ്പോൾ 3 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അത് ഔട്ട് സൈഡ് എടുക്കും. ബാക്കി d/dx ഓഫ് tan h 3x വരും. അപ്പോൾ this 1 ഇൻറ്റു 3 ഇൻറ്റു tan h 3x-ൻ്റെ ഡെറിവേറ്റീവ് sec h² 3x ഇൻറ്റു 3. അപ്പോൾ ഇവിടെ ഒരു 3 9 വരും. അപ്പോൾ 9 sec h² 3x/√of 1 + 9 tan h² 3x. അതാണ് നമുക്ക് ആൻസർ വരുന്നത്. എളുപ്പമാണ് കേട്ടോ, അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. അടുത്തത് ഫൈൻഡ് d/dx ഓഫ് cos h ഇൻവേഴ്സ് √of x² + 1. അപ്പോൾ അത് നമുക്ക് ഈ പറഞ്ഞ കണക്കിന് സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്തിട്ട് ചെയിൻ റൂൾ വെച്ചിട്ട് തന്നെ ചെയ്യേണ്ടി വരും. പുട്ട് u = √of x² + 1. d/dx ഓഫ് cos h ഇൻവേഴ്സ് √of x² + 1 ഈസ് d/du ഓഫ് cos h ഇൻവേഴ്സ് u ഇൻറ്റു du/dx. cos h ഇൻവേഴ്സ് യുവിൻ്റെ ഡെറിവേറ്റീവ് 1/√of u² - 1 ആണ്. അപ്പോൾ അതവിടെ കൊടുത്തു. ഇൻറ്റു du/dx, ഇതിൻ്റെ du/dx എടുക്കുമ്പോൾ 2x ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു √of x² + 1 വരും. അപ്പോൾ ആ 2 ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി x/√of x² + 1 ആണ് ഉണ്ടാവുക. ഡിഫറൻഷ്യേറ്റ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാട്ടോ, അതുകൊണ്ടാണ് ഞാനിത് വേഗം പറഞ്ഞു പോകുന്നത്. പ്ലസ് ടുവിന് അതൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ബാക്കി ഇവിടെ നമ്മൾ യുവിൻ്റെ പ്ലേസിൽ വാല്യൂ മാറ്റി കൊടുക്കണം. യുവിൻ്റെ പ്ലേസിൽ √of x² + 1 കൊടുക്കണം അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുക, ഇവിടെ √of x² + 1 കൊടുക്കുമ്പോൾ പുട്ട് u = √of x² + 1. അതിൻ്റെ സ്ക്വയർ ആണ് കൊടുക്കേണ്ടത്. √of x² + 1ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ വെറുതെ x² + 1. x² + 1 ഇവിടെ കൊടുക്കുമ്പോൾ ഇവിടെ ഒരു -1 ഉണ്ട്, അതും ക്യാൻസൽ ചെയ്ത് പോയിട്ട് ബാക്കി 1/√of x² വരും. 1/√of x² ഇൻറ്റു x/√of x² + 1. ശരിയല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് ഒരു എക്സ് ഇവിടേക്ക് മാറ്റി വയ്ക്കുക. ഇതിൽ നിന്ന് ഒരു എക്സ് മീൻസ് റൂട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ mod x ആണ് കിട്ടുക. എക്സിൻ്റെ റൂട്ട് എടുത്താൽ mod x ആണ് കിട്ടുക. x² റൂട്ട് എടുത്താൽ റൂട്ട് എടുത്താൽ mod x ആണ് കിട്ടുക. അത് +1 -1 ആവാം. x ≠ 0 എന്നല്ലേ, +1 -1 ആവാം. അതുകൊണ്ടാണ് mod x നിട്ടത്. ക്യാൻസൽ ചെയ്ത് കളയാതെ mod x നിട്ടത് അതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ √of x² x എന്ന് എഴുതി x ക്യാൻസൽ ചെയ്ത് പോവില്ലേ, അത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. x ≠ 0 ആണ്. അപ്പോൾ നെഗറ്റീവും വരാം പോസിറ്റീവും വരാം, അതുകൊണ്ടാണ് അവിടെ mod x നിട്ടത്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. സാധാരണ നമ്മൾ അത് ക്യാൻസൽ ചെയ്ത് കളയാറുണ്ട്, അപ്പോൾ ഇവിടെ അത് ചെയ്തിട്ടില്ല. ഇതൊന്ന് പ്രത്യേകം ഓർത്തിരുന്നോളൂ. x/mod x ഇൻറ്റു 1/√of x² + 1 ആണ് ആൻസർ വരിക. ഓക്കെ, അപ്പോൾ ഈ കേസിൽ നിങ്ങളങ്ങനെ വെട്ടിക്കളയാൻ പറ്റണത് മാത്രം വെട്ടിക്കളഞ്ഞാൽ മതി. റൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ വെട്ടിക്കളയേണ്ട, mod x എഴുതിയാൽ മതി. അത് ആ വാല്യൂയും കൂടി തന്നിരിക്കുന്നത് നോക്കുക. പ്ലസും മൈനസും വരുന്ന വാല്യൂസ് ഉണ്ട് എങ്കിൽ mod x എഴുതിയാൽ മതി കേട്ടോ റൂട്ട് എടുക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ അത് 2 കേസായിട്ട് വീണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ട് ആൻസർ എഴുതിയിട്ടുണ്ട്. ഈ mod x-ൻ്റെ വാല്യൂ +x ആവുന്ന സമയത്ത് നമുക്കത് വെട്ടിക്കളഞ്ഞിട്ട് ബാക്കി 1/√of x² + 1 ഉണ്ടാവുള്ളൂ ഇഫ് x > 0.
എക്സ് ലെസ് ദാൻ 0 ആകുന്ന സമയത്ത് ഇവിടെ എക്സിന് പകരം മൈനസ് എക്സ് ആയിരിക്കും. അപ്പോൾ വെട്ടിക്കളഞ്ഞിട്ട് -1/√(x²+1) ആയിരിക്കും ഇഫ് എക്സ് ലെസ് ദാൻ 0. അല്ലെങ്കിൽ